ഹായ് നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്നൊരു സ്പെഷ്യൽ എന്തുകൊണ്ട് പറഞ്ഞിട്ട് നമ്മളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോവാണ്. അഞ്ജനോട് കയറി പോയിട്ടുണ്ട്. അഞ്ജനൊന്നും പണിയൊന്നുമില്ല. അപ്പോൾ എന്താണ് സംഗതി എന്നുള്ളതൊന്ന് പോയി നോക്കാം. എന്തൊക്കെ പരിപാടി ഒപ്പിച്ച് വെച്ചിക്കണ്, പോയി നോക്കട്ടെ. എന്താണ് പുള്ളിക്കൂടെ? ഏത് കൊടാ? കഞ്ഞിയോടാ? പള്ളി പോണ്ട, വേഗം കൊണ്ടറി. ഏത് കുഞ്ഞാക്കാല്ലാണ്? കുഞ്ഞാക്കാട്ട് വരാൻ പറഞ്ഞോ? അത് കുഴപ്പമൊന്നുമില്ല, പള്ളി പോണ്ടേ. അതിന്റെ എങ്ങനെ പറയാത്? വെച്ചോടത്തോളം തുള്ളിച്ച് തുള്ളിയ എപ്പോഴും കുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുള്ളി കഞ്ഞി ആ കഞ്ഞി മുനി വന്നിട്ട് രസം കൊണ്ട് വലിയ ഇഷ്ടമാണ് ഇതിന് മരുന്നഞ്ഞി ഉമ്മൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പൊ ഈ പ്രാവശ്യം ഉമ്മക്ക് വെജായിട്ടായിരിക്കും ഉണ്ടാക്കി കൊടുക്കും. വെജല്ലോ വരാൻ പറഞ്ഞ അതിനൊറ്റ വെള്ളം കഞ്ഞി കൊടുക്കാന്. മിഞ്ഞാന്ന് കുറിച്ചും ചെയ്ത് കൊണ്ടുപോയും ചെയ്ത്. ചോറ് വേണ്ട മതി. നിയാസ് കഞ്ഞി അത്ര ഫേമസ് ആയോ? ചാനലിൽ പരസ്യം കൊടുക്കേണ്ടി വരുമോ? കഞ്ഞിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ആസിയ വലിയ പിടിയൊക്കെ പുറത്തറിയിക്കാം. എന്തൊക്കെ വരുന്നത്? എന്തൊക്കെ പറയാ? ഇപ്പൊ ഈ വെച്ച കഞ്ഞിയിലാണ് കുറുന്തോട്ടിന്റെ പേര്, പിന്നെ പെരിയങ്കാടിന്റെ കുറുന്തോട്ടിന്റെ പേര് കഞ്ഞിയിലിടാൻ അടിച്ചാൽ പറ്റുമോ? അതിന്റെ വേരില്ല, അടിയത്തെ മണ്ണിന്റെ അടിയത്തെ അതിന്റെ തൊലി മരം ഒഴിവാക്കുക. പിന്നെ ആനച്ചവിട്ടി, ആനച്ചവിട്ടി, പിന്നെ വയറുള്ളി, പിന്നെ വയറുള്ളി ആടുന്നില്ല നമ്മൾ അതിന്റെ പേര് അതും നമ്മൾ തിന്നാ. അതിന് വിട്ടുകൂടി കുത്തിനൊക്കെ പറയണ്ട. കുത്തിന് പറഞ്ഞിട്ട് ഒരു കൊണ്ടോക്കെ ചോദിച്ചൂലേ ചെക്കനെ. നീ വെച്ചിട്ടില്ല നീ എത്താണ് അത് കുത്ത് പഠിപ്പിച്ചേട്ടാ. കുത്തുട്ടാ, ആ നല്ല കുത്തും. വിട് വിട് വിട്ടടാ. 18 ഉറുപ്പിക കൊടുത്താണ്ടി. ചെങ്ങായി ഒന്ന് ഇറങ്ങി നിൽക്കണോ? ഇതൊരു കുത്തലേരം വന്ന് തോടെ ഞാൻ പൊട്ടിയും. അടങ്ങിക്കവിടെ ഇവിടെ നിന്ന് എൻ്റെ അവിടെ സ്ഥലം പറഞ്ഞ ഇവിടെ സ്ഥലം പറഞ്ഞ അസ്സലാമലൈക്കും പറയും. ഇങ്ങോട്ട് പറയും, അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും, ഇവിടെ പറയാം അസ്സലാമലൈക്കും. ഇവിടെ പറഞ്ഞ അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. എൻ്റെ വാച്ച് ഇപ്പോൾ പൊട്ടിച്ചു. മനക്കെ വലുതായിക്കല്ലേ മാഷാ അല്ലാ. അതാക്കണം അവിടെ ആളെ കുത്തിക്കോ, അയാളെ കുത്തു. അങ്ങോട്ട് പിന്നിക്ക് പറഞ്ഞു പിന്നിക്ക് പറയണത്തേക്കായിട്ട് ഇങ്ങനെ പൊട്ടിക്ക് ഞാൻ നല്ല രസം ഉണ്ടാവില്ല. ഞാൻ കണ്ടവിടെ ഇത് വരുന്നുണ്ടോ? ഒറ്റ പോക്കിന് കിട്ടിയാ രക്ഷപ്പെട്ട്. 2.5 കിട്ടി. അല്ല 2.5 കിട്ടി. കൺഗ്രാജുലേഷൻ. കൈ കൊടുക്കും, കാല് കൊടുക്കും. ഞാൻ ഇരിക്കലാണ്. ഇരുന്നാ പിന്നെ വല്ലാതെ കുത്തൂല. അപ്പൊ ഇരിക്കും ഞാൻ. അണ്ട് ആ കൊമ്പോണ്ടേ കുളത്തിരിക്കുന്നത് കുളത്തിരിക്കും. വലിച്ചാലും എന്തിനാണ് ചെരിഞ്ഞ് വരുന്നത്? നേരെ വന്നവിടെ വർത്താനം പറഞ്ഞൂടെ? ഇതെന്താ കണ്ണെട്ടാക്കാനാ?
നല്ലൊരു കാര്യം ചെയ്യുക. കുറച്ചൊരു പാല് ഒരു 10 രൂപ പാല് ഒരു പള്ളിക്കാട്ടിട്ടുണ്ട്. ഇപ്പോൾ കുടിച്ചോ? മഴ കുടിച്ചാൽ ഉണങ്ങിയില്ല മല മഴ ഉണ്ടായിട്ടല്ലേ കുടിച്ചാല് ചെലായില്ല. എന്തിനാ ചെരിഞ്ഞു വരുന്ന മോലാലിന്റെ ഇടക്ക് തല തിരിഞ്ഞൂടാ, ഇടക്ക് ക്ലിയർ ആകെ പിരി തെറ്റിപ്പോണ്ട് തല ഇറങ്ങിട്ട് ആശ്രമൊക്കെ എത്തിക്ക് പോകുമ്പോ ഒന്നും കാട്ടൂലേ, ദേഷ്യം പിടിച്ചിട്ട് കിട്ടൂലായിട്ട്. അതാ പെട്ടെന്ന് തിന്നോട്ടെ, അതാണ് അറിഞ്ഞു കണ്ടോ. തള്ള നോക്കണ്ടോ? അതാണ്ടാ അവന്നില്ലേ. ഇതാണ് നമ്മളെ മഹാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചാടും, ചിലപ്പോൾ തിന്നണതിൻ്റെ ഇടയിൽ ചാടും. സലാം പറയും എല്ലാവരോടും. എന്നാ സലാം പറയും. ഇതിനെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ആവശ്യക്കാരൻ്റെ പറഞ്ഞോളി. 13 ഉറുപ്പിക കൊടുക്കുന്നതാണ്. 13 കിട്ടും. ഇല്ലടാ 13 ഇല്ല എനിക്ക് റേറ്റ്, മാർക്കറ്റ് റേറ്റ് ഇല്ലേ പറയ്. കുഞ്ഞാക്കാനെ വിളിച്ചോക്കൂടെ നിങ്ങൾക്ക്? അപ്പൊ ഇതാണ് മക്കളെ സ്പെഷ്യൽ. നോക്കട്ടെ. ഇതാണ്. ഇതെന്താണമ്മ? കർക്കിടക കഞ്ഞി, അതായത് മസാല കഞ്ഞി. നമ്മളെ പഴയ കാലത്തൊക്കെ ആൾക്കാർ ഈ കർക്കിടക മാസത്തിന്റെ തുടക്കത്തിലൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന ആരോഗ്യ കഞ്ഞിയാണിത്. അപ്പൊ അതിൽ പെട്ടൊരു പഴഞ്ചൻ കാക്കയാണ് നമ്മളെ ആസിയാത്ത. അപ്പൊ ആ കഞ്ഞി പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മളെ ലഞ്ച് ഇതാണ്. ഇൻഷാ അല്ലാഹ് നല്ല ജീരക കഞ്ഞി, നല്ല മസാല കഞ്ഞി, കർക്കിടക കഞ്ഞി, പിന്നെ നല്ല അച്ചാറുതാ, നല്ല ബ്ലാക്ക് കടുമാങ്ങന്റെ കിടുകിട അച്ചാർ. വാവ്, അമേസിങ്. അവിടെ നിന്ന് പാളിയൊക്കെ ഉണ്ട് ഒരാൾ. ഞാൻ അച്ഛനൊന്നല്ല, അത് ചേണ്ടിന്ന് വാങ്ങിയതാണ് ഈ സമ്മന്തി. ചമ്മന്തിയാ? 20 ഉറുപ്പിക ഒരു കുപ്പിക്ക്. എളാമാക്ക് കൊടുക്കണ്ട. എളാമ വേണ്ട, കൂട്ടിൽ എരിഞ്ഞിട്ടേ ഭയങ്കര എരിവല്ലാതെ അത് കൂട്ടൂല. മക്കളെ നല്ല ടേസ്റ്റുള്ള കഞ്ഞി കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ പഴയ മരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിച്ചോടി. ആരോഗ്യത്തിനും ആയുസ്സിനും ഒക്കെ അടിപൊളിയാണ് സാധനം. വെറുതെ കുറേ ഇറച്ചി മീനും ചുട്ടതും പൊരിച്ചതും കടിച്ചതും അധികം അധ്വാനം ഇല്ലാത്ത മഴക്കാലത്തൊക്കെ ഇതാ നല്ലത്. ഇതൊക്കെ തിന്നണം. എൻ്റെ അമീന് ജാസിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഒരു കുടിച്ചു കായും കുടിച്ചു വെക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കലുണ്ട്. നല്ല എരുണ്ട് ചമ്മന്തി. ചെറിയത് എളുപ്പം പോയി അന്ന് വിസിറ്റിങ്ങിന് പോയത്ര. ഞങ്ങളുടെ അവിടെ പണിക്കാറുണ്ടെന്ന് ഞങ്ങളുടെ അവിടെ പണിക്കാറുണ്ടോ? പൈസ ചെയ്താ ഗവൺമെന്റിന്റെ അടുത്ത് കറണ്ട് വാങ്ങാനും കൊടുക്കാനും. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. അതെന്താ പേപ്പർ തുറക്കണത് വാങ്ങല് ചോട് നീര് വന്നാലും ഉറപ്പാനും തുറക്കാനും. അപ്പോൾ കർക്കിടക കഞ്ഞിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റിൽ ചോദിക്കുക. നമ്മൾ കമൻറ്റിൽ റീപ്ലൈ തരും. ഇതിൽ പറഞ്ഞാലൊന്നും കുറേ കാര്യങ്ങൾ ആർക്കും മനസ്സിലാവില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ ആനക്കാലൊക്കെയാണ് പറഞ്ഞത്. ആനക്കാലോ ആനച്ചവിട്ടിയോ അതൊക്കെ എന്താണെന്ന് പഠിച്ചോന്നറിയാം. അന്ന് രാവിലെ നല്ലൊരു മഴ കിട്ടിയോണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ കർക്കിടക കഞ്ഞി കുടിക്കാൻ സൂപ്പർ. അപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാഹ് ബൈ. ആരാണ് നമ്മളെ കഞ്ഞിൻ്റെ ബാക്കി കുടിച്ചു നോക്കിയാണ്? സാറ് കുറച്ച് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് എ ഫാന്റാസ്റ്റിക് കൺസ്. ഇത് നിങ്ങൾ അതാണ് കർക്കിടക കഞ്ഞിൻ്റെ ഒരു പ്രത്യേകത. മഹാനും കുടിക്കുന്നുണ്ട്.